ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുക്കിംഗ് പ്ലസ് സം റാൻഡം തോട്ട്സിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ആക്ച്വലി ഒരു ലേസി ഡേ ആയിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങളുടെ 2 ഫ്രണ്ട്സ് വൈകിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഫുഡ് കൊടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഫ്രിഡ്ജിൽ കുറച്ച് മാരിനേറ്റഡ് ചിക്കൻ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് അത് വച്ചിട്ട് ഒരു ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ ഇതൊരു ഒതൻറ്റിക് ബിരിയാണി ഒന്നും അല്ല കേട്ടോ, കാരണം പുതിനയിലില്ല, മല്ലിയിലയുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളത് കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഒരു ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടോ, അപ്പോൾ ഞാൻ എൻ്റെ തോട്ട്സ് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഞാനൊരു യോഗ ടീച്ചറാണ്, അല്ലെങ്കിൽ ഫേസ് യോഗ ക്ലാസ് എടുക്കാറുണ്ട്, റേക്കി ഹീലിംഗ് ഒക്കെ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് കമ്പാരിസൺ റിലേറ്റഡ് ഏരിയ ആണ്. അതായത് നമ്മുടെ ബോഡീനെ വേറൊരാളുടെ ബോഡിയെയോ അല്ലെങ്കിൽ സ്കിന്നോ ഒക്കെ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. അങ്ങനത്തെ ചോദ്യങ്ങൾ ഇഷ്ടം മാതിരി വരാറുണ്ട്. അതായത് എനിക്ക് എപ്പോഴും വരുന്നൊരു ചോദ്യം, ടീച്ചറെ എൻ്റെ ബോഡി എന്താ ഫ്ലെക്സിബിൾ അല്ലാത്തത്, എൻ്റെ സ്കിൻ എന്താ മറ്റൊരാളുടെ സ്കിന്നും പോലെ അത്രയും ഗ്ലോ ഇല്ലാത്തത്, അല്ലെങ്കിൽ അത്രയും സോഫ്റ്റ് അല്ലാത്ത, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ തോട്ട്സ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈവൻ ദോ നിങ്ങളും നിങ്ങളുടെ സിബ്ലിങ്സും ഒരു ഗർഭപാത്രത്തിൽ നിന്ന് വന്നിരുന്നാൽ പോലും നിങ്ങൾ തമ്മിൽ എന്തോരം ഡിഫറൻസ് ആണല്ലേ. ആ ഒരു സിനാരിയോയിൽ നമ്മളുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാത്ത ആൾക്കാരുടെ ബോഡിയുമായിട്ടോ സ്കിന്നുമായിട്ടോ ഈവൻ ക്യാരക്ടറുമായിട്ടോ ഒന്നും നമുക്ക് കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല. കാരണം നമുക്ക് എന്താ പറയുക, ഈ ലോകത്ത് പല മുഖങ്ങളുള്ളത് പോലെയാണ് ഒരാളുടെ ട്രെയ്റ്റ്, ഒരാളുടെ ജീന് എന്നൊക്കെ പറയുന്നത്. പല എന്താ പറയുക, അത്രമാത്രം വ്യത്യാസം ഉള്ള ഒരു സിനാരിയോ ആണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് നമ്മളൊരിക്കലും കമ്പയർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സമാധാനം ആദ്യമേ പോവും. നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും. നമ്മളെ ചില സമയത്ത് നമ്മൾ ഒന്നിനും കൊള്ളില്ല എന്ന് വരെ നമുക്ക് തോന്നാം ഉള്ളൊരു സിറ്റുവേഷൻ നമ്മൾ എത്താറുണ്ട്. ഇൻ ബിറ്റ്വീൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. അപ്പോൾ ഞാൻ ഈ കുക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്ക് വിശന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ബ്രെഡും കുറച്ച് ബട്ടറും കൂടെ എടുത്ത് കഴിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കി വീഡിയോയിലോട്ട് നമുക്ക് പോവാം. അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള കമ്പാരിസൺ നമ്മൾ ഒഴിവാക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. ഇപ്പോൾ ചില ആൾക്കാർ ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആരുമായിട്ട് നമ്മളിപ്പം കമ്പയർ ചെയ്ത്, എന്നെ ഒന്നിനും കൊള്ളത്തില്ല, അവൾ ഭയങ്കര അല്ലെങ്കിൽ അവൻ ഭയങ്കര ഡിസിപ്ലിൻഡ് ആണ്, എന്നെ ഒന്നിനും കൊള്ളത്തില്ല എന്നൊരു കൺക്ലൂഷനിൽ പലരും എത്താറുണ്ട്. അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. കാരണം നമ്മളെന്ന് പറയുന്നത് നമ്മളെപ്പോലെ നമ്മൾ മാത്രമേ ഈ ലോകത്തുള്ളൂ. അപ്പം അത് നമ്മൾ എന്ത് ചെയ്യണം, ചെറിഷ് ചെയ്യണം. നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങണം. നമ്മുടെ ഇംപെർഫെക്ഷൻസ് എന്നൊരു സംഭവം ശരിക്കും പറഞ്ഞാൽ ഇല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഒരാളുടെ ബോഡി ഈസ് 100% പെർഫെക്റ്റ് എന്നും നമ്മുടെ ബോഡി എന്താ പറയുക ഇംപെർഫെക്റ്റ് എന്നും നമുക്ക് പറയാനുള്ള ഒരു റൈറ്റും ഇല്ല. കാരണം ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബോഡി എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ബോഡിയിലുണ്ട്. നമ്മൾ ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. സ്റ്റാർട്ട് ലവിങ് അവർ ബോഡി. എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മുടെ ബോഡീനെയും അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിനെയൊക്കെ നമ്മളങ്ങ് സ്നേഹിക്കാൻ തുടങ്ങുക. കാരണം നമ്മളെ സ്നേഹിക്കാൻ നമ്മൾ മാത്രമേ ഈ ലോകത്തുള്ളൂ അല്ലേ. ബാക്കി ആര് നമ്മളെ സ്നേഹിച്ചാലും അതൊരു സാക്രിഫൈസാണ്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. ബാക്കി ആര് നമ്മളെ സ്നേഹിച്ചാലും ദാറ്റ്സ് എ സാക്രിഫൈസ്. പക്ഷെ നമ്മൾ നമുക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പം അതൊരിക്കലും ഒരു സാക്രിഫൈസ് അല്ല. നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? ഞാൻ അതിനിടയ്ക്ക് നമ്മുടെ വിൻഡോ ഒന്ന് തുറന്നു നോക്കി കേട്ടോ. നോക്കിയേ, അവസ്ഥ കണ്ടോ, ഫുൾ സ്നോ. ഓക്കെ, അതൊക്കെ പോട്ടെ. അപ്പം ഇതാണ് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പം സ്റ്റാർട്ട് ലവിങ് യുവർ ബോഡി. ഡോണ്ട് കമ്പയർ യുവർ ബോഡി ഓർ യുവർ സ്കിൻ ഓർ യുവർ ട്രെയ്റ്റ് വിത്ത് അതർ പീപ്പിൾ. സ്റ്റാർട്ട് ലവിങ് യുവർ ബോഡി. ഇംപെർഫെക്ഷൻസ് ഉണ്ടായിക്കോട്ടെ, അതിനും ഉണ്ടോ ഒരു ഭംഗി. ആ ഭംഗി നിങ്ങൾ കാണാൻ നോക്കുക. നമ്മൾ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യാൻ പോകണ്ട. നമ്മളെപ്പോലെ നമ്മൾ മാത്രമേ ഈ ലോകത്തുള്ളൂ. ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ലവിങ് അവർ ബോഡി. അതായിക്കോട്ടെ നിങ്ങളുടെ മോട്ടോ. താങ്ക് യു സോ മച്ച്.